ടായ്. അയ്യോ കടിയൻ. എൻ്റെ അമ്മേ, കുടുങ്ങി. ഉറങ്ങിക്കിടക്കുമ്പോൾ ഒതുങ്ങിക്കിടക്കാതെ നിരങ്ങിയിട്ടാണോ അതോ കുലുങ്ങിയിട്ടാണോ കുരുങ്ങി ഇങ്ങനെ കുടുങ്ങിയത്? ശരിയാ, കുരുങ്ങി അഴിച്ചുതാ ജഗജ. അഴിച്ചുവിടുന്നത് പിഴച്ചുപോയാൽ മിഴിച്ചു നിൽക്കുന്നവൻ്റെ മുഴച്ച വയറ്റിൽ വീണ് കുഴച്ചു വെച്ചതുപോലെയാവും. ഷെടാ, മനസ്സിലായില്ല. ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നോ ഇല്ലെന്നോ? കാൽപാദം രണ്ടും ചൊൽപ്പടിക്കല്ലാത്ത നൂൽപ്പാലത്തിലെ തോൽപ്പാവയെപ്പോലെ അല്പല്പമാടുന്ന സ്വല്പബുദ്ധിക്കാരനെ ഹെൽപ്പ് ചെയ്ത് തൽപ്പത്തിലാകാൻ താല്പര്യമില്ല. ശരി. അയ്യോ, അജഗജൻ പോയി. സൂത്രനെയും കാണാനില്ലല്ലോ. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, കാട്ടുമുത്തപ്പനെ വിളിക്കാം. തലകീഴായി തൂങ്ങി നിന്ന് പ്രാർത്ഥിച്ചാൽ ഫലിക്കുമോ ആവോ? കടുവ വിളിച്ചാൽ തലയും കുത്തി അല്ല, വരകൾ വരച്ചു വരുന്നവനെ. എന്താ ഷേരു, പറയൂ. ആവു, മുത്തപ്പൻ എത്തി. എന്താ ചേട്ടാ പ്രശ്നം? അയ്യോ, കരുനാക്കൻ. വൈദ്യരെ, വേഗം വരണേ. അന്നേരമാണ് ആ പരമദ്രോഹി കരുനാക്കൻ ആ വഴി വന്നത്. ഒരു ഡയലോഗും അടിച്ചു. നിലം തൊടാതെ തൂങ്ങി നിൽക്കുന്നത് കണ്ടാൽ പഴുത്തു വീഴാറായ ചക്ക പോലെയാണെന്ന്. ഉടനെ ചക്ക പോലെ വീണു കാണും അല്ലേ? ആ അതെ, ഇപ്പോൾ എഴുന്നേക്കാൻ വയ്യ. എഴുന്നേൽക്കാൻ വയ്യുന്നു? ഷേരു അതാ നിൽക്കുന്നു, ഒരു കുഴപ്പവുമില്ലാതെ. ചക്ക പോലെ വീണത് കാട്ടുമുത്തപ്പനാ വൈദ്യരെ.